നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ നേപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുടുംബം ഇവിടെ നാട്ടിൽ വന്നിട്ട് ആ മകള് 10ാം ക്ലാസ് ഫുൾ A+ മേടിച്ചത്. അപ്പോൾ അവർ മലയാളം പഠിച്ച് ഫുൾ A+ ഒക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കല്ലേറ്റിങ്കലിലത്തെ ഒരു കൂട്ടായ്മയാണ് മോർണിംഗ് വാക്കേഴ്സ് കൂട്ടായ്മ. അവർ ഇപ്പോൾ അവരെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഈ കുട്ടീനെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ജോജോ അല്ലേ? ഇവരൊക്കെ മോർണിംഗ് വാക്കേഴ്സിന്റെ അംഗങ്ങൾ അല്ലേ? ബേബി കരിയാട്ടില്, ഇത് ജോർജ്, ഇത് നാരായണൻ, ഇത് ജോജോ, അത് കുമാരേട്ടൻ, ഇത് ബാബു ചേട്ടൻ. ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് മെയിനായിട്ട് പ്രധാനമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അനുമോദനങ്ങൾ അർപ്പിക്കുക, അതുപോലെ തന്നെ കുട്ടീനെ ഒരു ധനസഹായം ഭാവി പഠനത്തിന് വേണ്ടി സഹായം ചെയ്യാൻ കൂടി വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അഭിനന്ദിക്കാം, കുട്ടീനെ അവിടെ വിവരങ്ങളൊക്കെ ചോദിക്കാം. ഞങ്ങള് SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങള് ഒരു പുതുമയാർന്നൊരു വാർത്ത നമ്മൾ കേട്ടു. ഞങ്ങൾ കല്ലേറ്റങ്കര BBM ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ വരുന്ന കൂട്ടായ്മയാണ്. ഞങ്ങളവിടെ സംഘടനയായിട്ട് രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തനം ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വാർത്ത കേട്ടപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നിന്നല്ലാത്ത നേപ്പാൾ സ്വദേശികളായിട്ട് കല്ലേറ്റങ്കര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഇവിടെ ഒരു മിഠായി ഉണ്ടാക്കുന്ന ഈ കമ്പനിയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന എത്ര വർഷമായിട്ടുണ്ടാവും നിങ്ങളിവിടെ? 17 വർഷം. 17 വർഷമായി. അപ്പോൾ കല്ലേറ്റൂർ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിനി എല്ലാ വിഷയത്തിലും 100 ഫുൾ A+ വാങ്ങിച്ചു എന്ന വാർത്ത കേട്ടു. അത് വലിയ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെ ഒരു കുട്ടി നമുക്ക് നാടിന് അഭിമാനമായിട്ട് മറ്റ് രാജ്യത്തിൽ നിന്ന് വന്ന് നമ്മുടെ കല്ലേറ്റിങ്കരയിലെ BBM ഹൈസ്കൂളിൽ പഠിച്ച് എല്ലാ വിഷയത്തിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ഭാഷ എന്ന് പറയുന്നത് മലയാളം ഭാഷയാണ്. മലയാളം ബുദ്ധിമുട്ടാണ്. മലയാളത്തിൽ ഉൾപ്പെടെ ഫുൾ A+ വാങ്ങിച്ചു. അത് എന്തായാലും വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. മിനിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. കേട്ടപ്പോ പെട്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളത് വന്നു സംസാരിച്ച് അഭിനന്ദനങ്ങളൊക്കെ രേഖപ്പെടുത്തി. ഭാവി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ആള് വാഗ്ദാനം നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. അതെ, ഓക്കെ. മോൾക്ക് എപ്പോഴും നമ്മുടെ ബിന്ദു മാഡത്തിൻ്റെ അടുത്ത് പോകാനും കാണാനൊക്കെ ഉള്ളൊരു സൗകര്യം നമ്മുടെ നിങ്ങളുടെ നാട്ടുകാർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ് ജോജോ പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവിടെ എല്ലാ സഹായങ്ങളും കാര്യങ്ങളും ഇവരുടെ ഈ കൂട്ടായ്മ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും. ഓക്കെ. അപ്പം ഞങ്ങൾ കല്ലേറ്റിങ്കരയിൽ എന്നും കാലത്ത് നടക്കാൻ വരുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളുടെ കല്ലേറ്റിങ്കര മോർണിംഗ് വാക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റ് ജോജോ തോട്ടാപ്പള്ളി എന്ന് പറയുന്ന ഈ ചേട്ടനാണ്. സെക്രട്ടറി ബാബു തുളുവത്ത് എന്ന് പറയുന്ന ആ ചേട്ടനാണ്. ആ അറ്റത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ട്രഷററായിട്ടുള്ള ജോൺ തുളുവത്ത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇത് വൈസ് പ്രസിഡന്റ് ബേബി കരിയാറ്റ്, ഇവരൊക്കെ കമ്മിറ്റി മെമ്പേഴ്സ്. CP ജോർജ്, ആളുടെ പേര് മണി, അപ്പുറത്ത് കുമാർ. അപ്പൊ ഞങ്ങൾക്ക് ആശ്ചര്യമായ സംഭവം എന്താണെന്നറിയാം. എൻ്റെ മകനും 10ാം ക്ലാസ്സുകാരനാ, പക്ഷെ അവന് A+ കിട്ടിയിട്ടില്ല. ഫുൾ A+ കിട്ടിയിട്ടില്ല. അത് ഫുൾ മലയാളിയാണ്, ഫുൾ മലയാളി. അപ്പൊ അങ്ങനെ വരുമ്പോ മോൾക്ക് ഇതേപോലെ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്ചര്യം തന്നെയാണ്. അപ്പൊ അതിനൊന്ന് അനുമോദിക്കാനും ഭാവി പഠന സംവിധാനത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നേ. പിന്നെ അതല്ല സാറേ, ഇതൊക്കെ ഒരു വീടൊക്കെ നടക്കും, കൊച്ചു വീടാണ്. ഇത് എങ്ങനെ വാടകയ്ക്കാണോ എങ്ങനെയാണ്? വാടകയൊന്നുമല്ല, കമ്പനിയുടെ വകയല്ലേ? അത് ഒരു നിങ്ങൾക്ക് നാട്ടിൽ അവിടെ എങ്ങനെ വീടൊക്കെ ആയിട്ടില്ല? നാട്ടില് അവർക്ക് വീടായിട്ടില്ല. ഇപ്പൊ ഒരു കൊച്ചു സ്ഥലത്ത് കണ്ട എസ്റ്റേറ്റിലുള്ള ഒരു കൊച്ചു മുറിയിലാണ് താമസിക്കുന്നത്. രണ്ടുപേരും, ഒരാള് 8ലും ഒരാള് 4ലും അല്ലെ? ഞാൻ മുന്നേ വീഡിയോ കണ്ടതുകൊണ്ടാ പറയാൻ കാരണം. 3ാമത്തെ കൊല്ലം നമുക്ക് വരേണ്ടവരും അവൻ നല്ലൊരു എന്നിട്ട് സ്പോർട്സ്മാനാട്ടാ. ഞങ്ങളെ വീണ്ടും ഞങ്ങൾക്ക് ഒരു അവസരം തരണം. ഇംഗ്ലീഷ് മീഡിയം അല്ല, അത് പറയാൻ പഠിക്കണം നന്നായിട്ട്. മലയാളം ഉണ്ടായി, ഇംഗ്ലീഷ് മീഡിയം. ഇവർക്ക് ഒരു വീട് എന്ന സ്വപ്നം ഉണ്ട്. വീടെന്ന സ്വപ്നം ഒരു മിനിറ്റ് പെട്ടെന്ന് എനിക്ക് ഒരു ഓഫർ പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാൻ കഴിയില്ല. സ്വന്തമായി വീട് വെക്കാൻ സ്ഥലം അത് പഞ്ചായത്തിന് വാങ്ങിക്കാൻ എളുപ്പമല്ല.
അപ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവർക്ക് ഒരു വീട് വയ്ക്കാനൊരു സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ അധികൃതർ ഒന്ന് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അനൗദ്യോഗികമാണ് കേട്ടോ. അല്ല അത് പരിശ്രമിക്കുക, അതാണ് നമുക്ക് മുഴുവൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നടത്തുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭൂമി അവർ കണ്ടെത്താണെങ്കിൽ പഞ്ചായത്തിന് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാലേ കൊടുക്കാൻ കഴിയുക. അതിപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കത് ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. സർക്കാരിലേക്കൊക്കെ വിഷയം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അറിയിച്ച് ഒരു വീട് നമുക്ക് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കമ്പനിയോട് ചേർന്നുള്ള ഒരു ചെറിയ റൂമിലേക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു വീട് സ്വന്തമായി ഈ കുടുംബത്തിന് കൊടുക്കേണ്ടത് നാടിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണാണ്. അപ്പോൾ അധികം വൈകാതെ അത് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പെട്ടെന്നൊരു സമയത്തിൽ തരാന്നുള്ളതല്ല പറയരുത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ട് വാക്ക് തന്നിട്ട് പെട്ടെന്ന് ഇല്ലെങ്കിൽ പ്രയാസമുണ്ട്. ഒന്നൊരു കാര്യം, നമ്മളുടെ സിറ്റിസൺ അല്ല ഇത്, നേപ്പാൾ വേറൊരു രാജ്യമാണ്. ചില പരിമിതികൾക്കുള്ളിൽ അതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ സ്ഥലം നമുക്ക് എങ്ങനെയും ജനങ്ങളുടെ കോൺട്രിബ്യൂഷനോട് കൂടി നമുക്ക് സ്ഥലം മേടിച്ചാൽ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അല്ലെങ്കിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അങ്ങനെ ഒരു വീട് സ്ഥലം കണ്ടെത്താനായിട്ട് കഴിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനും കൂടി മുന്നിൽ നിന്ന് കുറേ കൂടി ജനങ്ങളുടെ എന്നുള്ള ഒരു കോൺട്രിബ്യൂഷനോട് കൂടി നമുക്ക് വീട് പണി പൂർത്തീകരിക്കാനായിട്ട് കഴിയും എന്നുള്ള ധൈര്യം. അത് നല്ലൊരു ന്യൂസാണ് നമ്മൾ കേട്ടത്. നിങ്ങളെ സഹായിക്കാൻ എന്ത് പുസ്തകം എന്താ അത് സാറ് കൊടുത്തു? അല്ല, അത് നമ്മുടെ ഭാരവാഹി ഞങ്ങളെ ഒരു ചെറിയൊരു ഞങ്ങൾക്ക് കൂടി ചെറിയൊരു സഹായം, സാമ്പത്തിക സഹായം, പഠിക്കാനായിട്ട് യൂണിഫോം വാങ്ങിക്കണം, ഓക്കെ പിന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഇപ്പൊ ചെല്ലുമ്പോ കോളേജിലൊക്കെ ചെല്ലുമ്പോ വേണ്ടി വരും. അപ്പൊ ഞങ്ങള് കുറച്ച് പൈസ സ്വരൂപിച്ചിട്ടുണ്ട്. വീണ്ടും ഇവര് സഹായങ്ങളൊക്കെ ഉണ്ടാവും. ഇവര് നല്ലൊരു സംഘടനയാണ്. അപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് ജോജോ തോട്ടാപ്പള്ളി മോളെ ഏൽപ്പിക്കുകയാണ്. എല്ലാരും ഒന്ന് അടുത്തടുത്ത് നിൽക്കുക. എല്ലാവരും കിട്ടുന്നുണ്ട്. അല്ല വാക്കുകൾ മോർണിംഗ് വാക്കേഴ്സ് അല്ലേ? ഓക്കെ. ബുക്ക് കൊടുക്കണ്ട? ഇനി കുറച്ച് ബുക്ക് സെക്രട്ടറി കൊടുക്കുന്നത് ചേട്ടാ, ഇത് കുറച്ച് നോട്ട് പുസ്തകങ്ങളാണ്. 100 പേജിന്റെ നോട്ട്ബുക്കാ. ഇതിൽ കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 200 പേജിന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തരാം. അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ ബുക്ക് കൊണ്ടുപോകും. ഇത് ഞങ്ങളിൽ തന്നെ ഒരാൾ തന്നതാണ്. അപ്പൊ അതും പ്രത്യേകം മേടിച്ചതല്ല, എനിക്ക് പുസ്തകങ്ങൾ ഏതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ മടിക്കണ്ട, ഞങ്ങളത് എത്തിച്ചു തരും. സാറിന്റെ നമ്പർ ഉണ്ടല്ലോ എൻ്റെ, ഞാൻ തരാം. അതിലേക്ക് ആവശ്യം വിളിച്ചാൽ മതി. എൻ്റെ നമ്പറും ഉണ്ടല്ലോ അല്ലേ? പുറമേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നമ്പർ ചോദിച്ചാൽ ആരും തരും. അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് നിൽക്കുക പ്ലീസ്. എന്നെ സഹായിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR ജോജോ, അതുപോലെ തന്നെ മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷൻ എല്ലാ അംഗങ്ങൾക്കും താങ്ക് യു സോ മച്ച് ഫോർ ബുക്കിലും പിന്നെ സഹായത്തിനും വളരെ താങ്ക്സ്. ഓക്കെ.